നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതം ഒരു എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടപ്പാകുകയാണെങ്കിൽ നമ്മളിൽ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. അതാണ് ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻസ് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഇല്ലാത്ത എഡ്യൂക്കേഷൻ ഒരു മീനിങ് ഇല്ല എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ? മനസ്സിൻ്റെ ഉയർച്ച. മനസ്സ് കൂടുതൽ റിയാക്ഷൻ എന്നുള്ള തലത്തിൽ, റെസ്പോൺസ് എന്ന തലത്തിലേക്ക് ഉയരുന്നു. നമ്മുടെ വീടിൻ്റെ ഒരു ഉദാഹരണം എടുക്കാം. കുട്ടികൾ കളിപ്പാട്ടത്തിന് വേണ്ടി തല്ലുപിടിക്കുമ്പോൾ, കുട്ടികൾ വലുതാകുമ്പോൾ ചിലപ്പോൾ ബൈക്കിന് വേണ്ടി തല്ലുപിടിക്കും, ടെലിവിഷൻ വേണമെന്ന് പറയും, കാറ് വേണമെന്ന് പറയും. അപ്പോൾ അവർ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ചിട്ട് അച്ഛനും അമ്മയും കുറച്ചുകൂടി വിശാലമായിട്ട് കാണുന്നു. ഇതിപ്പോൾ ആവശ്യമുണ്ടോ, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റൊരിടത്തുണ്ട്, അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ തീരുമാനങ്ങൾ കുറച്ചുകൂടി വിശാലമായിട്ട് വരുന്നതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ കാര്യം എടുത്താലും, രാജ്യത്തിൻ്റെ കാര്യത്തിലും, ലോകത്തിൻ്റെ കാര്യം എടുത്താലും, ഇനി പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിലെടുത്താലും ഇത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. സ്നേഹത്തിൽ ഉൾക്കൊള്ളാം. എല്ലാവർക്കും നന്മ. സർവേ ഭവന്തു സുഖിനഃ എന്ന് പറയുന്നു. എല്ലാവർക്കും നന്മ വരുന്ന രീതിയിൽ തീരുമാനം എടുക്കണം. നമ്മൾ അത്രയും ഉയർന്ന തലത്തിൽ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. മഹാത്മാഗാന്ധിജിയുടെ ഒരു ഫേമസ് ആയിട്ടൊരു കോട്ടുണ്ട്. രാമായണം നമ്മുടെ ഉള്ളിലാണ്. രാമനും രാവണനും നമ്മളെ യുദ്ധം നമ്മുടെ ഉള്ളിൽ നടക്കുന്നു. അതിൽ രാമനെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ രാവണനെ വിജയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, അനുവദിക്കുന്നു, സ്വാർത്ഥതയെ വിജയിക്കാൻ അനുവദിക്കുന്നു. രാമായണം വായിക്കുന്നുണ്ടെങ്കിലും മാസ്റ്റേഴ്സ് പറയുന്നതൊക്കെ ഉരുവിടുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ഉൾക്കൊള്ളുന്നുണ്ടോ? നമ്മൾ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ലോകത്തിൽ നന്മ തന്നെത്താനെ ഉണ്ടാവില്ല. ഒരു സ്ഥലം നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് അവിടെ കാടുണ്ടാവും. നമുക്കൊരു പൂങ്കാവനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ലോകത്തിൽ നന്മ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ രാമനെ വിജയിപ്പിക്കണം. എവിടെയാണ് നമ്മുടെ വിൽ ഉപയോഗിക്കേണ്ടത്? അപ്പോൾ ആ കറക്റ്റീവ് ഫാക്ടറാണ് ശരിക്കും ഹാർട്ട്ഫുൾനെസ്സിൽ നടക്കുന്നത്. ഹാർട്ട്ഫുൾനെസ് ഡെപ്തിൽ പോകുന്നു. നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥ ചിന്തകൾക്ക് കാരണമായിട്ടുള്ള നമ്മുടെ ഇംപ്രഷൻസ്, സംസ്കാരങ്ങൾ, അത് ശരിയായിട്ടുള്ള ജ്ഞാനത്തിലൂടെ മാസ്റ്റർ എന്നുള്ള ആ പ്രതിഭാസം, മാസ്റ്റർ തരുന്ന എസൻസ്,
ട്രാൻസ്മിഷൻ. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളും നമ്മളൊരു വിവേകബോധം നമ്മളിൽ വരുന്നു. ഇതാണ് ശരി, ഇതാണ് വേണ്ട. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ അതിനനുസരിച്ചാണ് ഒരു മനുഷ്യൻ്റെ വളർച്ച എന്നാണ് ലാലാജി മഹാരാജ് പറയുന്നത്. വിവേകബോധം വളരുന്നതോറും ഒരു മനുഷ്യൻ കൂടുതൽ കൂടുതൽ ഉയരുന്നു. അപ്പോൾ ഈ ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട് ശുദ്ധീകരണത്തിലൂടെ. പിന്നെ കണക്ട് ചെയ്യുന്നു, മെഡിറ്റേഷൻ, ഉള്ളിൽ കണക്ട് ചെയ്യുന്നു, നമ്മുടെ ഉള്ളിലുള്ള രാമനിലേക്ക് കണക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അതാണ് മഹാത്മാഗാന്ധി, രാമൻ ഉള്ളിലാണ്, മാസ്റ്റർ ഉള്ളിലാണ്. രാമനും മാസ്റ്ററും ഈശ്വരനൊക്കെ ഒരേ അർത്ഥത്തിലാണ്. ഉള്ളിലേക്ക് കണക്ട് ചെയ്യുക, പ്യുവറായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഇമ്പൾസിലേക്ക് കണക്ട് ചെയ്യുക, വീണ്ടും 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 കണക്ട് ചെയ്യും. അപ്പോൾ റെസ്പോൺസിലേക്ക് നമ്മൾ ഉയർന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ, ഓരോരുത്തരുടെ ഉള്ളിലൊരു ചേഞ്ച് സംഭവിക്കുമ്പോൾ അവർക്ക് പുറമേ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ സാധിക്കില്ല. നമ്മൾ ഓരോരുത്തരും സ്വാർത്ഥമതിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ബാക്കിയെല്ലാവരും നല്ലത് ചെയ്യുമെന്ന് വിചാരിക്കുന്ന കാര്യമില്ല. നമ്മുടെ ഗവൺമെൻറ് എല്ലാം ശരിയാക്കും, ലോക നേതാക്കന്മാരെല്ലാം ശരി. അങ്ങനെ നേതാക്കന്മാരൊന്നുമില്ല, അവരും ഇങ്ങനെയുള്ളവർ തന്നെയാണ്. അവരും സ്വാർത്ഥർ തന്നെയാണ്. അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്പിരിച്വാലിറ്റി ശരിക്കുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള മാസ്റ്ററെ വിജയിക്കാൻ നമ്മൾ അനുവദിക്കണം. ഭഗവത്ഗീതയുടെ ഉദാഹരണം എടുക്കാം. അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ആദ്യം എന്താ പറയുന്നത്? എൻ്റെ തേര് അങ്ങ് കൊണ്ടുപോയി നിർത്തൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉപദേശിക്കുകയാണ്, ആദേശിക്കുകയാണ്. സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ എന്ന് പറയാണ്, ഓർഡർ ചെയ്യണം. നമ്മൾ ഈശ്വരനെ ഓർഡർ ചെയ്യണം, എനിക്കിത് ചെയ്യണം, എനിക്ക് നന്മ വന്നാൽ ഞാൻ പൈസ തരാം, ലോകത്തിൽ ശാന്തി വരണം. നമ്മൾ ഈശ്വരനെ ഓർഡർ ചെയ്യണം. ഈശ്വരനെ ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല, ഈശ്വരൻ നന്മയാണ്. നമ്മളത് കണക്ട് ചെയ്ത് നമ്മൾ പ്രാവർത്തികമാക്കണം. നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻട്രോപ്പി എന്നുള്ള ഫിനോമിനൻ ലോകത്തിൽ വരും. നാച്ചുറലായിട്ടൊരു പ്രോഗ്രഷൻ ഉണ്ട്, ജനനവും മരണവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എവല്യൂഷൻ സംഭവിക്കേണ്ടത് മനുഷ്യൻ അതിൽ ഇടപെടണം. മനുഷ്യൻ മനസ്സിനെ ഉയർത്തുന്നവനാണ്, ആണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനോഹി മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറയുന്നു. നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ടുള്ള പാർട്ടിസിപ്പേഷനിൽ മാത്രമേ ഈ ലോകം മാറുള്ളൂ. ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. അതിനു വേണ്ടിയിട്ടാണ് മാസ്റ്റേഴ്സിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് ട്രാൻസ്ഫോർമേഷൻ, ടോട്ടലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷനാണ്. അവതാരങ്ങൾ വരുന്നു, ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നു, വിനാശായത്ത് ദുഷ്കൃത. ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നത് ഈ തരത്തിലുള്ള സ്വയം സാധനയിലൂടെ, സ്വാധ്യായത്തിലൂടെ. റെഗുലറായിട്ട് നമ്മൾ ഉള്ളിൽ ശുദ്ധീകരണം നടത്തണം, നമ്മൾ കണക്ട് ചെയ്യണം, നമ്മൾ വാക്കുകളിലും പ്രവൃത്തിയിലും കൊണ്ടുവരാം. അങ്ങനെ ഓരോരോ ഇൻഡിവിജ്വൽസും പ്രവർത്തിക്കുമ്പോൾ ഒരു കുടുംബത്തിന് മാറ്റം വരുന്നു. നേരത്തെ പറഞ്ഞ ഉദാഹരണം കുടുംബത്തിൽ ബാധകമാണ്. ഇപ്പോൾ കുടുംബത്തിലെ പ്രധാന ആൾക്ക് തന്നെ സ്വാർത്ഥത ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കുട്ടികൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, കുട്ടികൾക്ക് ആവശ്യങ്ങൾ ഉണ്ട്, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും. അദ്ദേഹത്തിൻ്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു, കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ഫെയിലിയർ വരും. ഇപ്പോൾ ഫാമിലിയിൽ പഠിച്ചിട്ടുള്ള ഈ ഒരു കാര്യം സൊസൈറ്റിയിലും ലോകത്തിലും പ്രപഞ്ചത്തിൽ നിർവഹിക്കാൻ സാധിക്കും. സ്വാർത്ഥതയുള്ളതെന്ന് പറഞ്ഞ ലോകത്തിന് എങ്ങനെയാണ് നിസ്വാർത്ഥത കൊണ്ടുവരാൻ സാധിക്കുക, എങ്ങനെയാണ് ശാന്തി കൊണ്ടുവരാൻ സാധിക്കുക? അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ഈ ഉള്ളിലുള്ള ഈ ഒരു കറക്ഷൻ ആവശ്യം. ശരിക്കും യുദ്ധം, മഹാഭാരത യുദ്ധം ഉള്ളിലാണ്, രാമായണം ഉള്ളിലാണ്, എല്ലാം ഉള്ളിലാണ്. സറ്റാനും ഗോഡ് ഉള്ളിലാണ്. ഗോഡിനെ വിജയിപ്പിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈശ്വരൻ അവിടെ ഉണ്ട്, പക്ഷെ ഞാനാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അഹം, ഞാൻ അവിടെ ഈശ്വരനെ ഡോഗിനെ പോലെ ട്രീറ്റ് ചെയ്യണം. ഡോഗ് ബാബുജി മഹാരാജ് നായനെ പോലെ ട്രീറ്റ് ചെയ്യണം. എൻ്റെ വീടിന് കാവൽ നമ്മളൊരു പൂജാമുറിയുണ്ട്, അവിടെ പൂട്ടിയിടുന്നു. അപ്പോൾ അതവിടെ ഇരിക്കും, ഈശ്വരൻ അവിടെ ഉണ്ടാവും, ഒരു സാക്ഷിയായിട്ട് ഇങ്ങനെ ഉണ്ടാവും, സാക്ഷിഭാവത്തിലിരിക്കും. ഈശ്വരനെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. നമ്മൾ വീട്ടിൽ കൂടെ താമസിപ്പിക്കണം, ഓരോരുത്തർ ഹൃദയത്തിൽ താമസിക്കണം. നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു നമ്മുടെ പേരൻ്റൽ ഫിഗർ, ഫാദറായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഈ മാറ്റം വരുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഈശ്വര എന്ന് പറയണതിലല്ല, ലൈഫിൽ ക്യാരക്ടറിൽ ആ ഡിവിനിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്നതിലാണ് ലോകത്തിൽ വിജയം കൊണ്ടുവരാനുള്ള രഹസ്യം കിടക്കുന്നത്. ഇതാണ് എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം. ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നു, സയൻസും ഫിലോസഫിയും പലതും പഠിക്കുന്നു, പക്ഷേ ഒരു ചെവി കൂടെ പോയി മറ്റേ ചെവി കൂടെ പോകുന്നു മാത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷനോട് അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.